ഹലോ ചങ്ങായിസ്, ഇന്ന് നമ്മൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നെയ്പത്തൽ അഥവാ നെയ്പത്തിരിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈസിയാണ് ആക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മെയിൻലി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പോൾ പുട്ടുപൊടി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ആവശ്യമായിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ചൂട് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. അതിനുശേഷം നമ്മുടെ മിക്സിയിൽ അല്ലെങ്കിൽ ചെറിയ തേങ്ങ, അതുപോലെ സവോള അല്ലെങ്കിൽ കൊച്ചുള്ളി ചേർക്കുക. കുറച്ച് ജീരകം ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ആദ്യം തന്നെ. എന്നിട്ട് ഈ ഒരു ക്രഷ് ചെയ്ത മിക്സ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു അരിപ്പൊടീൻ്റെ ആ ഒരു മിക്സിലേക്ക് ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. അതിനുശേഷം ഞാനിവിടെ സാധാ എണ്ണയുടെ കവറാണ് എടുക്കുന്നത്. അതിലേക്കാണ് ഞാനിതൊന്ന് പരത്തുന്നത്. ആദ്യം ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നോർമലി ആ ഒരു അടപ്പ് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടും. അതിനുശേഷം നമുക്ക് തിളച്ച എണ്ണയിൽ പൊരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഞാനിത് ചിക്കൻ കറീൻ്റെ കൂടെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പി നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. എല്ലാവരും ഒന്ന് കാണുക കേട്ടോ. അപ്പം